കേരള മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ ആവശ്യപ്പെടുകയാണ് KSU. കാൽനൂറ്റാണ്ടായി UDF പരാജയപ്പെടുന്ന പീരുമേട്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, ഇരിങ്ങാലക്കുട, പയ്യന്നൂർ സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യറിനെ പീരുമേട് മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. ആറ്റിങ്ങലിൽ അരുൺ രാജേന്ദ്രനെയും, ഇരിങ്ങാലക്കുടയിൽ ആൻ സെബാസ്റ്റിനെയും, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമ്മാസിനെയും, ചാത്തന്നൂരിൽ യദു കൃഷ്ണനെയും പരിഗണിക്കണമെന്നാണ് ആവശ്യം. റോഷിപാലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. റോഷിപാൽ, യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ KSUവിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് 5 സീറ്റാണ്. പക്ഷേ ഈ സീറ്റുകൾ സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകളല്ലേ? അവിടെ വിജയപ്രതീക്ഷയുണ്ടെന്നാണോ KSU പറയുന്നത്? വിനീത, ശ്രദ്ധേയമായാണ് KSU സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. ഈ തവണ തങ്ങൾക്ക് സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകളിൽ തങ്ങളെ മത്സരിപ്പിച്ചാൽ മതിയെന്നാണ് അവർ ആവശ്യം. ഈ കാര്യം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ നേരിട്ടറിയിച്ചു. സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യറും സംസ്ഥാന ഉപാധ്യക്ഷന്മാരുമാണ് നേരിട്ട് ചെന്ന് തങ്ങൾ ഈ സീറ്റുകളിൽ തങ്ങളെ മത്സരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിൽ ഈ 5 സീറ്റുകളും ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലമായി കോൺഗ്രസ് UDF പരാജയപ്പെടുന്ന സീറ്റുകളാണ്. പീരുമേടായാലും ആറ്റിങ്ങൽ, ചാത്തന്നൂർ, ഇരിങ്ങാലക്കുട, പയ്യന്നൂർ സീറ്റുകൾ. ഈ സീറ്റുകൾ മത്സരിപ്പിക്കണമെന്ന ആവശ്യം. അതിൽ നേരത്തെ വിനീത പറഞ്ഞതുപോലെ സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യറിനെ പീരുമേട് മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആറ്റിങ്ങലിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രൻ, ഇരിങ്ങാലക്കുടയിൽ സംസ്ഥാന ഉപാധ്യക്ഷയായ ആൻ സെബാസ്റ്റിനെയും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പയ്യന്നൂരിൽ സംസ്ഥാന ഉപാധ്യക്ഷനായ മുഹമ്മദ് ഷമ്മാസ്, ചാത്തന്നൂരിൽ യദു കൃഷ്ണൻ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെയാണ്. ഇങ്ങനെ 5 സീറ്റുകളാണ് KSU സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. ഔദ്യോഗികമായി തന്നെ അവർ ആവശ്യപ്പെട്ടു. NSU ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്ത് എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ട് ഈ കാര്യം ധരിപ്പിച്ചതാണ്. അപ്പോൾ NSU ദേശീയ അധ്യക്ഷനാണ് ദീപാദാസ് മുൻഷിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശം ഇന്ന് പാലിച്ചു. ഇന്നാണ് അലോഷി സേവ്യറും സംസ്ഥാന ഉപാധ്യക്ഷന്മാരും ചേർന്ന് ദീപാദാസ് മുൻഷിയെ നേരിട്ട് കണ്ട ഈ കാര്യം അഭ്യർത്ഥിച്ചത്. ശരി, ഏതായാലും ഈ അഭ്യർത്ഥന KSUവിന്റെ ആവശ്യം അംഗീകരിക്കുമോ നേതൃത്വം എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏറെ വ്യത്യസ്തമാണ് ആവശ്യം. സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റും ഞങ്ങൾ ജയിച്ചു കാണിക്കാം എന്നതാണ് KSUവിന്റെ വാശി എന്ന് തോന്നുന്നു. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകി.